എനിക്ക് രണ്ട് പപ്പടം കൂടി ഇട്ട് തരാൻ പറ. പിന്നെ മമ്മി, എനിക്ക് നല്ല കട്ടിയുള്ള വടകപ്പുളി അച്ചാറും വേണം. എന്റെ മോൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഓർഡർ ചെയ്യേ. ഈ സദ്യയും എല്ലാതും നമ്മുടെ തന്നെയല്ലേ, അപ്പൊ നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുള്ളവർ കഴിച്ചാ മതി. അവിറ്റുകൾക്കൊക്കെ നമ്മുടെ ബാക്കി അങ്ങോട്ട് കൊടുത്താ മതിയെന്ന്. ആന്റി, എനിക്ക് സദ്യയിലെ അടപ്രഥമനില്ലേ, 2 തവി കൂടുതൽ ഒഴിക്കാൻ പറയണം. ഓക്കിടുണ്ടോ? മക്കള് വയറ് നിറയെ കഴിക്ക്. ചൂടോടെ മക്കള് നന്നായി കഴിച്ചേ. ചുമ്മാ നോക്കിയിരിക്കല്ലേ മണിക്കുട്ടി. നമ്മുടെ വീട്ടിലെ പാർട്ടിയല്ലേ, അപ്പൊ ആദ്യം നമ്മൾ തന്നെ വേണം വയറ് നിറയെ ഫുഡ് കഴിക്കാൻ. ഇന്നാലും ആ പെമ്പറന്നോട് എന്ത് പണിയാണ് കാട്ടണത്? എന്തമ്മ, നിങ്ങളെ എലിയില് എല്ലാതും ഇല്ലേ? ഇനി എന്തെങ്കിലും കുറവുണ്ടോ? എന്തെങ്കിലും കുറവുണ്ടെങ്കിലേ ഇന്ത്യന്ന് എടുത്തോ. വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടാട്ടില്ലേ? അത് ശരി, ഇതിപ്പോ എങ്ങനെ കണ്ടിക്കണത്? അതല്ലമ്മ ഞാൻ പറഞ്ഞത്. എന്ത് കൊഴിച്ച ടീച്ചറെ, എന്താ കുഴപ്പം? ഓരോ വിചാരപ്പ ഞാൻ തിന്നാൻ കാണാതെ വന്നിക്കാന്നാ. അതിനൊന്നും ഞാൻ എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കലൊന്നുമില്ല. എനിക്കറിയില്ല എന്റെ സ്വഭാവം. ഓന്റെ അമ്മ, നിങ്ങൾ എന്താന്ന് വെച്ച കാര്യം പറയേ, എന്നിട്ടിങ്ങനെ ബേജാറാക്കാതെ. ഞാൻ എന്റെ തൊള്ളങ്ങട് തുറന്നപ്പോക്കിനും എനിക്ക് എന്തിന്റെ കേടാണ്? എന്തെങ്കിലും എന്നിട്ട് പറയാൻ തുടങ്ങുമ്പോ തുടങ്ങൂള്. അതല്ലമ്മ, ഇമ്മ എന്തെങ്കിലും കച്ചറ കൂടെ വെച്ചിട്ട് പേടിച്ചിട്ടാണ് ഞാനേ. ഇമ്മക്ക് കേട്ടോ, ഞാൻ അതിനൊന്നല്ല. ആ മുത്ത് കണ്ടോ, ആ കുട്ടി അതിനെ കാണേയില്ല. ഓളെ നെറ്റീസ് എടുത്ത 2 കുട്ടികളെയും കൊണ്ട് ഓളത് അവിടെ ഇരിക്കുന്നു. ആ കുട്ടിനെയും കൂടി ഓളെ 4 വരെ ഇരുത്തി ഓൾക്ക് അതിറ്റൊക്കെ തിന്നാൻ കൊടുത്തൂടെ? അതിപ്പോ നമ്മളൊന്നും പറഞ്ഞാ നിക്കണ കാര്യല്ലല്ലോ അമ്മ. ഇമ്മക്ക് അറിയില്ലേ വർഷയുടെ സ്വഭാവം? ആ കുട്ടീനെ കണ്ണെടുത്ത കണ്ടൂടെ ഓൾക്ക്. അതന്നെ ഞാനും പറഞ്ഞതേ. അങ്ങോട്ട് നോക്കിക്കച്ചേ, ഓളെ ഇടം വലം സിങ്കിടികള്. പക്ഷേ ആ ചന്ദ്രൻ നല്ലപോലെ നോക്കുന്നുണ്ടല്ലോ ആ കൊച്ചിനെ. ഓൻ പിന്നെ നോക്കാതിരിക്കോ? ഓന്റെ കുട്ടിയല്ലേ അത്. ഓൻ ആദ്യമായിട്ട് കണ്ടതേ ആ കുട്ടിയുടെ മുഖാണ്, എന്നിട്ടുള്ളതല്ലേ വേറെ ഉള്ളതൊക്കെ. ഇതെന്താ പെണ്ണിച്ചെന്ന് എന്റെ കയ്യിൽ നിന്ന് റബ്ബർ പാല കുടിച്ചിക്കണേ? ഒന്ന് പതുക്കെ പറയേ. ഞാനിപ്പോ ഇനി ഒച്ചട്ട് പറഞ്ഞു വെച്ചിട്ടേ എനിക്ക് നാണക്കറാകൊന്നും വേണ്ട. ഇമ്മ എല്ലാ കുട്ടികളോടും ഞാൻ തല്ലോടി ഇങ്ങോട്ട് കുത്തിരിക്കാതെ വേഗം ചോറ് ഇങ്ങോട്ട് വെച്ചാണ്. ഇതെന്തിനാ പറ ഇനി നോക്കി ഇങ്ങോട്ട് കുത്തിരിക്കണത്? എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ. ഇജ്ജെന്റെ കുഞ്ഞാപ്പൂനെ കണ്ടോ? ഓനൊന്നും തിന്നിട്ടില്ല. ഓനിപ്പോ വരും. മൂത്ത ചേച്ചിക്കിട്ട് എപ്പോഴും ഇട്ട് പണി കൊടുക്കണം ചെറിയമ്മേ. മാണിക്കുട്ടിയെ ഡോണ്ടോ, വെറുതെ വിടൂല ഞാന്. അങ്ങനെ വെറുതെ വിട്ടാ ശരിയാകൂലല്ലോ. നേരത്തെ കിട്ടിയ പണി അത്രക്കങ്ങോട്ട് പോരാ. വേറൊരു പണിയും കൂടി തന്നാലോന്ന് ഞാൻ പ്ലാൻ ഇടുന്നുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. എന്നോടൊരു കുട്ടി ഹായ് പറയാൻ പറഞ്ഞിരുന്നല്ലോ. ഹായ് ഡിയർ ഫർഹ. ഞാനേ മുത്തിന്റെ ചെറിയമ്മയ്ക്ക് ഒരു ഉഗ്രം പണി തന്നെ കൊടുക്കട്ടെ. അയ്യോ, ടേബിൾമൊക്കെ എത്തണമല്ലോ. ഇതെങ്ങനെ പറ്റിയ സമയം. കാന്താരി, ഈ കല്ലുവിന്റെ അടുത്തേക്ക് ഇങ്ങട് വാ. ഈ കല്ലുവിന്റെ ഒരു ബുദ്ധി. ഇന്ന് ചെറിയ മക്കള് ഓടും. അതിനുള്ള വഴിയൊക്കെ ഈ കല്ല് കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ മൂത്ത ചേച്ചിനെ കരയിപ്പിച്ചിന് ഓല അതിനേക്കാളേറെ കരയും. കരയിപ്പിക്കണ്ടേ? 1 2 അച്ചടാ, കഴിഞ്ഞു പോയോ? ഇനിയില്ല അരിമുളക്. ഇതന്നെ ധാരാളം. ചെറിയമ്മയും മക്കളും പന്തലിൽ കൂടെ കടന്ന് ഓടും. ഇന്നൊരു ഓട്ട മത്സരം ഫോട്ടോഷൂട്ട് കാണാം. സാരിയിൽ ചളിയുണ്ട്, പോരാട്ടിനി എരിഞ്ഞിട്ട് ഓടും. ഈ കല്ലുവിനോടാ കളി. ചീത്ത ചെറിയമ്മ. ഇപ്പൊ വരെ നല്ല കാന്താരി ചതച്ചത്. കല്യാണ ചേച്ചിനോട് വെപ്പുകാര് ചതച്ചു കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ
ആന്റി, അവരെന്താ ഇനി കൊണ്ടുവരാത്തെ? ഇപ്പൊ കൊണ്ടുവരുമോ? നമ്മള് നമ്മുടെതൊക്കെ കഴിച്ചു തീർത്തില്ലേ? ഇനി അടുത്ത ട്രിപ്പല്ലേ, അവർ കൊണ്ടുവരട്ടെ. ഇത് പൊന്നാരമ്മ, നിങ്ങൾ എവിടേക്ക് നോക്കി ഇങ്ങോട്ടിരിക്കണത്? ചോറൊന്നും ഇളകിയിട്ടില്ല, അതങ്ങോട്ട് തിന്നൂടെ നിങ്ങക്ക്? ഓന്റെ മോളെ, ഞാൻ ഐറ്റയുടെ തീറ്റ കണ്ടിട്ട് ആകെപ്പാടെ പേടിച്ച് കുത്തിരിക്കാണ്. ഇന്റെ അമ്മ, ഓള് തിന്നോട്ടെ, അതിന് ഇന്നിട്ടെന്താ? ഇത് എന്റെ പാത്രത്തേക്ക് നോക്കിയിട്ട് അത് തിന്നോ, എന്നോട് പറയാൻ നിൽക്കരുത് കേട്ടോ. ഇതാ അപ്പൊ കാര്യായത്, ഒന്നിട്ട് പറയാനും പറ്റൂല. ഫുഡ് വരുന്നുണ്ട്. മമ്മി, നമുക്ക് ഫസ്റ്റ് എടുക്കാൻ പറയും മോളൂ. നല്ല ഉഗ്രൻ സദ്യ. ആ ഒഴിച്ചുകറി നന്നായി ഇങ്ങോട്ട് ഒഴിച്ചോ. വാ മമ്മി, എന്താ ഒരു നാനി, ഓയ്ക്ക് വേണ്ടത് ഇച്ചിരി കാട്ടിക്ക. അതിന് ഇമ്മാന്റെ പാത്രത്തെ കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇനിയും ചോദിച്ചത്? ഇതാ ഓള് പിന്നി അവിടെ നിക്കൂട്ടി, ഇരിക്കു വെച്ചേട്ടേന്ന്. ഈ ഇമ്മാന്റെ ഒരു കാര്യം. ഇപ്പൊ സമാധാനായില്ലേ? ഇനി ഇത് വേഗം കഴിച്ചോളി. സംഭവം ഏറ്റവും തോന്നുന്നത്. എന്തെങ്കിലും സഹായം വേണോ ചേട്ടാ? അയ്യോ, എന്റെ വായ മൊത്തം എരിയുന്നു. ആരെങ്കിലും ഒത്തിരി വെള്ളം കൊണ്ടുവന്ന് തരണേ. മമ്മി, ഞങ്ങൾക്ക് വേണം മമ്മി. മമ്മി. ആന്റി, എനിക്ക് വയ്യ ആന്റി. ആന്റി, നമുക്ക് ഏതെങ്കിലും പുഴയിൽ പോയി ചാടാം ആന്റി. നല്ലോണം കര. എന്റെ മുത്തച്ഛനെ കുറെ കരയിപ്പിച്ചതല്ലേ? മൂന്നാല് കരീനെ കാണാനേ നല്ല രസമുണ്ട്. വെള്ളം പോലും കിട്ടാതെ കുറച്ച് പോലെ അവിടെ കാറി കരയട്ടെ. അത്രയ്ക്ക് കാന്താരിയല്ലേ ഞാനതിൽ ചേർത്തത്. ഇങ്ങൾക്ക് ജന്മത്തിൽ സദ്യ കഴിക്കാനേ ആക്കാണ്ടുണ്ടാവൂല. മമ്മി, എത്രയൊക്കെ വെള്ളം കുടിച്ചിട്ടും എരിവ് മാറുന്നില്ല മമ്മി. മമ്മി, നമ്മൾ ഇനി എന്ത് ചെയ്യും മമ്മി? എവിടെ ആ പാചകക്കാരൻ? എവിടെ അയാളാ എല്ലാത്തിനും കാരണം? എവിടെയില്ലാത്ത കാശും വാങ്ങിയിട്ട് നല്ല എരിവുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കഴിക്കാനൊന്നുമല്ലേ ഉണ്ടാക്കി വെച്ചത്? ഏട്ടാ, ഏട്ടാ. അയ്യോ, എരിഞ്ഞിട്ടും പാടില്ല. അയ്യോ. എന്തു പറ്റി വർഷേ? എന്ത് പറ്റിയെന്നോ? ആ പാചകക്കാരനോട് ചോദിച്ചു നോക്കിട്ടാ. എന്റെ മക്കളുടെ വായ ഇനി ഒന്നിനും കൊള്ളില്ല, അത്രമാത്രം എരിഞ്ഞു. ഇത് ഓള അടവന്നെയാണ്. പാചകക്കാർക്ക് പൈസ കൊടുക്കാതിരിക്കാനുള്ള അടവാണ് ഓളുടെ. അത് ശരിയാണല്ലോ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചതല്ലേ? അതെ അതെ, നമുക്കൊന്നും ഫുഡിൽ ഒരു കുഴപ്പം തോന്നിയില്ലല്ലോ. ആണ്, നല്ല രസമുണ്ടേനും തിന്നാന്. മുത്തച്ചേച്ചി, കല്ലു, ഇത് നിന്റെ പണിയാണോ? ആണോന്നോ? പിന്നെ എന്താ സംശയം മുത്തച്ചേച്ചിക്ക്? അയ്യോ കല്ലു, മുത്തച്ചേച്ചിനെ ഓലി കരയിപ്പിച്ചാല് ഓലിക്കിട്ട് ഞാൻ നല്ല പണി കൊടുക്കും. എങ്ങനെയുണ്ട് മുത്തച്ചേച്ചി? ഈ കല്ലു സൂപ്പറല്ലേ? കല്ലു, നിന്റെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടാ.